മഹാദുരിതത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ 5ാം നാളിലും തുടരുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ റഡാർ പരിശോധനകൾ നടത്തുന്നു. ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 338 ജീവനുകളാണ്. ഇനി കണ്ടെത്താനുള്ളത് 250-ൽ പരം ആളുകളെയാണ്. റഡാർ സിഗ്നൽ ലഭിച്ചിടത്ത് ഇന്നലെ രാത്രിയിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. നിലമ്പൂരിലെ ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടങ്ങി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് സൂചന. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അവിടെ തെരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർ, മാധ്യമപ്രവർത്തകരൊക്കെ അതിൽ ആ വലിയ ചെളിയിൽ പൂണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. അതിനുശേഷം അവരെ വലിച്ച് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം അവിടെ നടക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും തകർന്ന ഒരു ഭൂമിയിലെ വല്ലാത്ത കാഴ്ചകൾ നമുക്ക് ഹൃദയഭേദകമായി മാറുകയാണ്. ഇതിനിടയിൽ ഒരു ആശ്വാസ കിരണമായി നടൻ മോഹൻലാൽ വയനാട്ടിലെത്തി. ഒരു നടൻ അവിടെ എത്തി ഇത്രയധികം ദുരിതത്തിൽപ്പെട്ട ആളുകളോടുള്ള ആദരവർപ്പിക്കുന്നു, അവരെ സമാശ്വസിപ്പിക്കുന്നു. അങ്ങനെ നേരിട്ട് കേണൽ വേഷത്തിൽ തന്നെ അദ്ദേഹം, നമുക്കറിയാം കേണൽ പദവിയുള്ള ആൾ കൂടിയാണ് അദ്ദേഹം, അവിടെ എത്തുന്നു, ഈ ആശ്വസിപ്പിക്കുന്നു. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചിരുന്ന ആളുകൾ അവർ പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർക്കൊപ്പം അല്പസമയം ചിലവഴിച്ചു. അവരുടെ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, അവരുടെ സൗകര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. നമുക്കറിയാം മലയാളത്തിലെ നടന്മാരൊക്കെ അല്പം മുമ്പ് ടൊവിനോ തോമസും ആസിഫ് അലിയും അടക്കമുള്ള, നവ്യ നായരും അടക്കമുള്ള നടന്മാരും നടികളുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ട് അവരുടെ വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയയിൽ കൂടി നൽകിയിരുന്നു. മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ മോഹൻലാൽ ഉള്ളത്. വി അരുണുണ്ട്, MS അനീഷ് കുമാറുണ്ട്, PM ഷബീറുണ്ട്, ഷംന എന്നിവർ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നുണ്ട്. ഷബീർ, ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 5ാം നാളിൽ ഇന്നലെ രാത്രിയിലും നടന്ന തെർമൽ പരിശോധനയടക്കം നമ്മൾ കണ്ടതാണ്, റഡാർ സംവിധാനമടക്കം ഉപയോഗിച്ച്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ പരിശോധനയിൽ? ഇന്ന് എന്തെങ്കിലും പ്രത്യേകതകൾ? ഇന്നും റഡാർ ഉപയോഗിക്കും, ഐബോർഡിന്റെ സഹായമുണ്ടാകും. അങ്ങനെ ജീവന്റെ അവസാന കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ജാഗ്രതയോടുകൂടിയുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞോ? അതെ, അങ്ങനെ തന്നെയാണ്. പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശത്തേക്ക് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു പല ഏരിയകളായി തിരിഞ്ഞുകൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇവിടെ 2 ഹിറ്റാച്ചി, ഒരു JCBയും ഒരു വലിയ ഹിറ്റാച്ചിയും ഉപയോഗിച്ചുകൊണ്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവാസ മേഖലയാണ്. പുഞ്ചിരിമട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഉരുൾപൊട്ടൽ എടുത്തുകൊണ്ടുപോയ ഏറ്റവും കൂടുതൽ ജീവിതങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്, ഒരു ടൗണാണ്. ആ ടൗൺ ഇപ്പോൾ പൂർണ്ണമായും ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ പുഴയോട് ചേർന്ന് കിടക്കുന്നതിനാൽ മൃതദേഹങ്ങളൊക്കെ താഴേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം, ഇപ്പോൾ ഈ ഹിറ്റാച്ചി തെരച്ചിൽ നടത്തുന്ന പ്രദേശം എന്നുള്ളത് ഏകദേശം നല്ല ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. പുഴയേക്കാൾ നല്ല ഉയരത്തിൽ, ഒരുപാട് മീറ്റർ ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കാനുള്ള, മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ജനവാസ മേഖലയിൽ തുടരെ കെട്ടിടങ്ങളും അടുത്തടുത്ത് കെട്ടിടങ്ങളും ഒക്കെ ആയതിനാൽ ഇതിനുള്ളിലേക്ക് വെള്ളം അടിച്ചു കയറി അതിനുള്ളിൽ പെട്ടുപോയ ആളുകളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, പുഴയിലേക്ക് ഒഴുകി പോകാതെ. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ, ഈ കൂടുതൽ ആളുകളുള്ള ഈ പ്രദേശത്ത് തന്നെ തെരച്ചിൽ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ വീടുകൾ, ഇപ്പോൾ ആ ഭാഗത്ത് ചില വീടുകളുണ്ട്. ആ വീടുകളൊക്കെ പൂർണ്ണമായും അകത്തേക്ക് കയറാനാവാത്ത രീതിയിൽ വീടിന്റെ മുകളിലെ സ്ലാബ് പൂർണ്ണമായും അമർന്ന രീതിയിലാണ്. അപ്പോൾ ആ സ്ലാബ് എടുത്ത് മാറ്റിയ വീടുകൾക്കുള്ളിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സംഘം ഉള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരു ജീവന്റെ തുടിപ്പ് ഇനി അന്വേഷിക്കുക എത്ര കണ്ട് സാധ്യമാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം കണ്ടെടുക്കാനുള്ള ആ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രിയോട്